അപ്പം നിങ്ങൾ ജഡ്ജിമാരുടെ അടുത്തും നിങ്ങൾ പിന്നെ ഇത് ചെയ്യാൻ ഇതെന്താ കൊണ്ട് ഈ പണി അവസാനിപ്പിച്ചോളാനായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ്. ആ സർക്കാരിന് കൈമാറിയ ആ വിവരങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിജയ നിങ്ങളത് അതിന്മേൽ കൈവച്ചത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനകത്ത് കൈവച്ചത്? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനിയില്ല, ഹിന്ദു ഇല്ല, ദളിതനില്ല. പിന്നെ എവിടെ നിന്നാണ് വിജയം നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത്? എനിക്കൊന്നും ഈ പോലെ സ്പേസിൽ നിന്ന് പുതിയ മണ്ഡലങ്ങളെല്ലാം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരും. അല്ലാതെ ഇവിടെയുള്ള 140 മണ്ഡലങ്ങളിൽ ഒരു രക്ഷ. ആ കാര്യം ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ അത് ലംഘിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം. നമസ്കാരം. 3ാം വട്ടം അധികാരം കിട്ടുമെന്ന് കരുതിയിരുന്ന പിണറായി വിജയൻ്റെ മുന്നിലേക്ക് നിരവധി പ്രതിസന്ധികളാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കേസ്. അപ്പോഴാണ് ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനായി പച്ചക്കള്ളങ്ങളും പെരും നുണകളും അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പോഴത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തുകയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. ആ ഡാറ്റാബേസ് ചോർത്തി എന്നുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഹൈക്കോടതി വളരെ രൂക്ഷമായി സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. എന്താണ് അതിലെ ഒരു താങ്കളെ പറയാനുള്ളത്? അത് മാത്രമല്ല നമ്മുടെ വിഷയം. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ബസ്സുകളിൽ പരസ്യം നൽകുന്നത് ഉൾപ്പെടെയുള്ള പച്ചക്കള്ളങ്ങൾ ഈ സർക്കാർ പറയുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഏതാണ്ട് 2-3 ആഴ്ച കഴിയുമ്പം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരും. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സർക്കാർ തെരഞ്ഞെടുപ്പ് അവർക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി വിവിധ വിഭാഗം ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്, ഒരു വൃത്തികേട് അതിനകത്ത് അന്തർലീനമാണ്. കഴിഞ്ഞ 3-4 വർഷക്കാലമായി DA കൊടുക്കാതിരുന്നേച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു DA കൊടുക്കുക. മനസ്സിലായില്ലേ? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നേച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഒരാനുകൂല്യം കൊടുക്കുക. അത് തന്നെ ഏറ്റവും വലിയ ചേറ്റത്തരമാണ്. അവിടെ നിൽക്കട്ടെ. അത് കൊടുത്തതിന് ശേഷം അത് കൊടുത്തത് തങ്ങളുടെ എന്തോ ഔദാര്യം കൊണ്ടാണെന്നും തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ ചേറ്റത്തരം. കാരണം സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ജനങ്ങളുടെ അവകാശമാണ്, സർക്കാരിൻ്റെ ഔദാര്യമല്ല. അപ്പം സർക്കാരിൻ്റെ ജനങ്ങളുടെ അവകാശം സർക്കാരിൻ്റെ ഔദാര്യമാക്കി മാറ്റി ജനങ്ങൾക്ക് കൊടുത്തിട്ട് അത് തങ്ങളെന്തോ വലിയ കാര്യം ചെയ്താണെന്നും പറയുന്ന ഏറ്റവും വൃത്തികെട്ടവന്മാരാണ് ഇപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പരസ്യമൊക്കെ നമ്മൾ കാണേണ്ടത്. ഇതെല്ലാം ചെയ്യാനാണ് ഇവന്മാരെ അധികാരത്തിലോട്ട് കയറ്റിയത് ജനങ്ങൾ. അല്ല, എങ്കിലും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം. കാരണം ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്ത് വിഷയത്തിനാണോ ശേഖരിക്കുന്നത് അതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ പരാമർശമുണ്ട്. ആ പരാമർശമൊക്കെ നിലനിൽക്കുമ്പോഴാണ് സർക്കാർ ഇത്തരത്തിലുള്ള, കാരണം എന്ത് ചെയ്താലും ഞങ്ങളെ ആരും ഒന്നും ചെയ്തില്ല, ഒരു വിഡ്ഢികളായതുകൊണ്ടാണോ അതോ ഇനി ഇതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തത് കൊണ്ടാണോ, എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം പോലും കാണിക്കാൻ ധൈര്യപ്പെടുന്നത്? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ വെറും തലയ്ക്ക് വെളിവില്ലാത്ത പോട്ടന്മാരാണ് ഇവന്മാർ എന്നുള്ളത് കൊണ്ടാണ്. കാരണം 2017 സുപ്രീം കോടതിയുടെ ഒരു 7-അംഗ ബെഞ്ച് 9-അംഗ ബെഞ്ചോ ആണ് DY ചന്ദ്രചൂഡ് നേതൃത്വത്തിലുള്ള 9-അംഗ ബെഞ്ച് ഈ ആധാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ സ്വകാര്യതയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിഷയം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഈ വിഷയം വിശദമായി പരിശോധിക്കുകയും സ്വകാര്യത എന്നുവെച്ചാൽ റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റാണ്, അല്ലെങ്കിൽ മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചു. മൗലികാവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറയുന്നത്. മൗലികാവകാശം ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി പോവാം, ആണ് ജസ്റ്റിഷ്യബിൾ എന്ന്. അപ്പോൾ അത് 2017 റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം, അത് മൗലികാവകാശമാണ് എന്ന് 2017 പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം എന്തോ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്നും പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു ആക്റ്റും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് 2020 ഇയാൾ അന്ന് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്പ്രിംഗ്ലർ അഴിമതി എന്ന് പറഞ്ഞൊരു വലിയ അഴിമതി ഇവിടെ നടന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ അവരറിയാതെ കോവിഡിൻ്റെ മറവിൽ
വിദേശ രാജ്യത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നു. അന്ന് രമേശ് ചെന്നിത്തലയാണത് പുറത്തു. അതെ. അന്ന് 2020 പിന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് തടഞ്ഞപ്പോൾ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടിക്ക് ഇങ്ങനൊരു സാധനം എടുത്ത് കൊടുക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ്റെ പിന്നെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വകാര്യ സ്വത്താണ്. അത് അവനറിയാതെ ഒരു തരത്തിലും അത് കോംപ്രമൈസ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് 2020 ദേവൻ രാമേന്ദ്രൻ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് എന്താ? അന്ന് നടന്നതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അന്നത്തത് ഗൗരവമുള്ള കാര്യമല്ല എന്നല്ല പറയുന്നത്. അന്ന് ഒരു അമേരിക്കയിലുള്ള സ്വകാര്യ കമ്പനിക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ കോവിഡിൻ്റെ മറവിൽ കൈമാറാനാണ് ശ്രമിച്ചതെങ്കിൽ ഇന്നത്തെ ഈ കൈമാറ്റത്തിൻ്റെ തീവ്രത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ തീവ്രത എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 77 ലക്ഷത്തോളം പിന്നെ സർക്കാർ ജീവനക്കാരുടെ എന്ന് പറഞ്ഞാൽ എത്രയോ 12 ലക്ഷം എന്തോ ക്ഷേമ പെൻഷൻകാരുടെ, 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, പിന്നെന്തോ ബാക്കി എത്രയോ ലക്ഷം ഈ ഇപ്പം ആനുകൂല്യം കൊടുക്കുന്ന സ്ത്രീകൾ എല്ലാം കൂടെ ചെയ്യുന്ന 77 ലക്ഷം പേരിലേക്ക് അവരുടെ മൊബൈൽ നമ്പറുകളിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അയച്ചു കൊടുക്കുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അല്ല എന്നുള്ളതുകൊണ്ട് ഗൗരവം കുറയുക എന്നുള്ളതല്ല. ഈ സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി 547 പേജുള്ളൊരു വിധിയുടെ ഭാഗമായിട്ടാണ് 9-അംഗ ഡിവിഷൻ ബെഞ്ച് 2017 പ്രഖ്യാപിച്ചത്. ആ കാര്യം ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ അത് ലംഘിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇ ഗവർണൻസ് സംവിധാനം, ആ സോഫ്റ്റ്വെയറിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂടിയവരും കുറഞ്ഞവരും എല്ലാവരും തന്നെ അവരുടെ വിവരങ്ങളൊക്കെ കൊടുക്കുന്നത്, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സ്വകാര്യമായി സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിനെ അവർ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു സാധനമാണ് അവരുടെ ഫോൺ നമ്പർ. മനസ്സിലായി? അവരെന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? സർക്കാരാണ് ചോദിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഒരു വ്യക്തി പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് ചോദിച്ചാൽ പോടാവൂ എന്ന് പറയും അവർ. അതേസമയം സർക്കാരിനാണ് അവർ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് എന്തിനാണ്? അവരുടെ ശമ്പളവും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആനുകൂല്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൈമാറാൻ വേണ്ടിയിട്ട്, ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിവരങ്ങളും ഫോൺ നമ്പറും എല്ലാം സർക്കാരിന് കൈമാറിയത്. ആ സർക്കാരിന് കൈമാറിയ ആ വിവരങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിജയ നിങ്ങളത് അതിന്മേൽ കൈവച്ചത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനകത്ത് കൈവച്ചത്? നിങ്ങൾക്ക് കൈവയ്ക്കാൻ എന്താണ് അവകാശം? ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ബോധമുള്ളത് നിങ്ങളെ പറഞ്ഞു തരണ്ടേ? ഇല്ലെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ ഈ ഡാറ്റ കിട്ടി എന്നുള്ള കാര്യം. എന്ന് മാത്രമല്ല, ഈ 77 ലക്ഷം ഡേറ്റയും ഈ 77 ലക്ഷം ഫോൺ നമ്പറും ഒരു പ്രൈവറ്റ് PR കമ്പനിയെ ഏൽപ്പിച്ചിട്ട് അവരാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് സ്വകാര്യത മൊത്തം പോയി എന്ന് പറഞ്ഞാൽ സ്വകാര്യ കമ്പനിയിലേക്ക് ഈ 77 ലക്ഷം ഫോൺ നമ്പർ എത്തിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? ആ 77 ലക്ഷം ഫോൺ നമ്പർ ഏതൊക്കെ രീതിയിൽ അവർക്ക് ദുരുപയോഗം ചെയ്യാം. മനസ്സിലായി? ആ സ്വകാര്യ PR കമ്പനിയിലേക്ക് ഈ 77 ലക്ഷം എത്തിച്ചത് ആരാ? കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി. അപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 77 ലക്ഷം പേരുടെ സ്വകാര്യത ലംഘിച്ചിരിക്കുന്നു. 77 ലക്ഷം പേരുടെ ആർട്ടിക്കിൾ 21 മൗലികാവകാശം ലംഘിച്ചിരിക്കുന്നു. ഇയാൾക്ക് ഒരു നിമിഷം ഒരു അര സെക്കൻഡ് അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ? അര സെക്കൻഡ് ഉണ്ടോ? നമ്മളിപ്പം ആരോഗ്യത്തിന് ഡേറ്റ കൈമാറിയ ചെറിയ സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഇന്നലെ കണ്ടു. പ്രിയ സുമേഷ് എന്നും പറഞ്ഞാണ് വരുന്നത്. ഇപ്പൊ നീ സ്പാർക്കിലുണ്ടായിരുന്നു. തിരിച്ചു പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതോടുകൂടി നിർത്തി ഒറ്റ മണിക്കൂർ. അത് വേറൊരു വിഷയം. ഞാൻ പറയുന്നത്, നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ സർക്കാരിന് വിശ്വാസയോഗ്യമായി സർക്കാർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് കൊടുക്കുന്ന ഫോൺ നമ്പറിൽ നിന്ന് പ്രിയപ്പെട്ട സുമേഷ് എന്ന് പറഞ്ഞ്
സുമേഷിൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് മുഖ്യമന്ത്രി കത്തയക്കുന്നു എന്ന് പറഞ്ഞാൽ കത്തയല്ല, സന്ദേശം അയക്കുന്നു. അതിൻ്റെ സ്ഥിതി എന്താ? ഇനിയിപ്പോൾ കത്തും ഒക്കെ ഇപ്പോൾ ഇമെയിൽ ID ഒക്കെ എടുക്കാനുള്ള നീക്കങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്? 77 ലക്ഷം സർക്കാർ 77 ലക്ഷം ഫോൺ നമ്പറുകൾ സർക്കാരിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ആ 77 ലക്ഷം ഫോൺ നമ്പർ. അതെ, അതാണ് ആ 77 ലക്ഷം ഫോൺ നമ്പർ ഒരു സ്വകാര്യ PR കമ്പനിക്ക് എടുത്ത് കൈമാറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാലുണ്ടല്ലോ, ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ ഒരു നിമിഷം അനുവദിക്കത്തില്ല. ഇന്നിപ്പോൾ കോടതി എടുത്തിട്ട് അലക്കിന്നാണ് കേക്ക് കോടതി എടുത്തിട്ട് അലക്കിന്നാണ് കേസ് വാദിച്ച പൂന്തോട്ടം വക്കീൽ പറഞ്ഞത്. കോടതി ചോദിച്ചു, അല്ല പിന്നെ ഞങ്ങൾക്കും ഇത് അയച്ചിട്ടുണ്ടല്ലോ, അപ്പം ഞങ്ങൾ നിങ്ങളുടെ കീഴിലാണോ? ഞങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നത് നിങ്ങളാണോ? അപ്പം ഞങ്ങൾക്കിത് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആനുകൂല്യം തന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക്, അപ്പം നിങ്ങൾ ജഡ്ജിമാരുടെ അടുത്തും നിങ്ങൾ പിന്നെ ഇത് ചെയ്യാൻ കൊണ്ട് ഈ പണി അവസാനിപ്പിച്ചോളാനായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ്. അല്ല, അത് ഈ നാണക്കേടിന്റെ റിലേക്ക് പിണറായി വിജയന് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് റിലേ എല്ലാം പോയി, നാണക്കേടുന്ന വികാരം പോലും അറിഞ്ഞൂടാ. അതുകൊണ്ട് എത്ര കിട്ടിയാലും അല്ല പിണറായി വിജയനെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര ഗുരുതരമായിട്ടുള്ള ഈ കാര്യങ്ങൾ വീണ്ടും 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 ചെയ്യാനായി ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണെന്നുള്ളതാണ്, ധൈര്യം എന്താണെന്നുള്ളതാണ്. അല്ല അതൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ വയ്യ. കാരണം അധികാരത്തിൽ നിന്ന് പോകുന്ന അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. മൂന്നാം ഭരണത്തിലേക്ക് കാലെടുത്ത് വെച്ച് അവർ നിൽക്കുകയായിരുന്നു. ഇവിടെ പ്രതിപക്ഷമില്ല, തമ്മിലടി. അതുകൊണ്ട് മൂന്നാം ഭരണം എന്ന് പറഞ്ഞ് കാലെടുത്ത് വെച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് താവോട്ടൊക്കെ പോകുന്നത് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. പക്ഷേ ഗതികേട് എന്താണ്? എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവരെ വീണ്ടും പടുകുഴിയിലേക്ക് എടുത്തെറിയുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, മുസ്ലിങ്ങൾ പോയി, ക്രിസ്ത്യാനികൾ പോയി, എന്നാൽ ഹിന്ദുക്കളെ എല്ലാം പിടിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തന്ത്രി ആകെ ഉള്ളത് കുറെ ദളിതർ മാത്രമാണ്. കാരണം ആകെ ഉള്ളത് ഇനിയിപ്പോൾ ദളിതന്മാരുടെ കുറച്ച് കിട്ടുമെന്നാണ്. അവിടെയും വേടനെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടി ദളിതനും ചെയ്യില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനിയില്ല, ഹിന്ദു ഇല്ല, ദളിതനില്ല. പിന്നെ എവിടെ നിന്നാണ് വിജയം നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത്? എനിക്കൊന്നും ഈ വല്ല സ്പേസിൽ നിന്ന് പുതിയ മണ്ഡലങ്ങളെല്ലാം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരും. അല്ലാതെ ഇവിടെയുള്ള 140 മണ്ഡലങ്ങളിൽ ഒരു ഗതികേടാണ്. എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ്. ചെറിയ രീതിയിലുള്ള അഴിമതിയൊക്കെ എല്ലാവരും കാണിക്കും. പക്ഷേ ഇത് കൊള്ളയെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പഠിച്ച് ഈ മീൻചട്ടിയൊക്കെ നമ്മൾ ഈ ചോറൊക്കെ ഇട്ടിട്ട് എന്താണ് ഇങ്ങനെ പഠിച്ച് നക്കൂലേ, അതേപോലെ ആക്കി വെച്ചില്ലേ കേരളത്തിനെ. എല്ലാ മേഖലകളെയും തകർത്തെറിഞ്ഞു. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഒരു വാഹനം ഓടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെ പോയാലും 2500-3000 രൂപ പെറ്റി കിട്ടും. അത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാലും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സർവ്വ മേഖലകളിലും വർധനവുണ്ടാക്കി. എന്നിട്ടോ മദ്യ പുഴയൊഴുകുന്നു, എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം ചെയ്യുന്നു, കോടികൾ മുടക്കി കേസ് നടത്തുന്നു. സാധാരണക്കാരന് ജീവിക്കാനുള്ള യാതൊരു ഒരു രീതിയും ഇവിടെ ഇല്ല. അത് കിട്ടാവുന്നിടത്തു നിന്ന് എല്ലാം കടം വാങ്ങിക്കഴിഞ്ഞു. ആഴ്ചപ്പിരിവിന് വന്നുകൊണ്ടിരുന്ന പൂതലങ്ങ് അണ്ണാച്ചി പോലും ഇപ്പോൾ തെങ്കാശി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നില്ല. കാരണം സർക്കാർ കടം ചോദിക്കും. ആ കണക്കിന് കടം വാങ്ങിച്ചു കഴിഞ്ഞു. എന്താണ് വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്, ആ ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും പേടിക്കാനില്ല. പിണറായി വിജയൻ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയനെ പിടിച്ചകത്തിടും ഇല്ല. കാരണം പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് പോലും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏകദേശം 10-48 തവണ അത് നീട്ടിവെച്ചു. പിണറായി വിജയന്റെ മകൾ പ്രതിയായ മാസപ്പടി കേസ് ഡൽഹി ഹൈക്കോടതി 10-25 തവണ അത് നീട്ടിവെച്ചു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അവർ ഇനിയും ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളിവിടെ മിണ്ടാതെ മിഴുങ്ങസിയാന്ന് പറഞ്ഞ് ഇരിക്കാൻ മാത്രമാണ് നമ്മുടെ വിധി. നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു സമയം വരികയാണ്. ആ സമയം കൃത്യമായി വിനിയോഗിക്കണമെന്ന് മാത്രമേ എനിക്കിനി പറയാനുള്ളൂ. ഇനി ഒന്നും പറയാനില്ല. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഇതിപ്പം നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പം പറയാനില്ല. എന്ത് ചെയ്താലും അത് നെഗറ്റീവ് ആകുമെന്നും സീറ്റ് കുറയ്ക്കുമെന്നും മാത്രമേ പറയാനുള്ളൂ. സാധാരണ സീറ്റുകൾ വല്ലതും കിട്ടണമെങ്കിൽ ഇനി വല്ല ഗൃഹത്തിൽ വേറെ വല്ല അന്യ ഗൃഹത്തിൽ നിന്ന് വല്ലതും പുതിയ സീറ്റുകൾ ഉണ്ടാക്കി വെച്ചാലേ എന്തായാലും ഒരു കാര്യങ്ങൾ അവസാനമായിട്ട് പറഞ്ഞേക്കാം. 2019-2026 ആവർത്തിക്കാൻ പോവുക. ഉറപ്പാണ്. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. അധികാരം പോകുന്നതിനെ കുറിച്ച് വിജയനും കമലയ്ക്കും ബാച്ചിനും ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ക്ലിഫ് ഹൗസിന്റെ മാതൃകയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുക, അത് സെക്രട്ടേറിയറ്റിന്റെ മാതൃകയിൽ വേറൊരു കെട്ടിടം നിർമ്മിക്കുക. രാവിലെ അവിടെ നിന്ന് എണീറ്റ് കുറേ പേര് ഇതേപോലെ കുറച്ച് DYFIക്കാരെ അവർക്ക് തൊഴിലുമാകും. അവരെ ഈ പോലീസ് യൂണിഫോമോ അല്ലെങ്കിൽ അതുപോലുള്ള യൂണിഫോമൊക്കെ ഇട്ട് അവരെ നിർത്തുക. ഇതുപോലെ നിർത്തിയിട്ട് വീട്ടിൽ നിന്ന് രാവിലെ ചുമ്മാ കാറിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മാതൃക ഉണ്ടാക്കിയിരുന്ന കെട്ടിടത്തിലേക്ക് വരിക, വൈകുന്നേരം തിരിച്ചു പോവുക. അങ്ങനെയെങ്കിലും
ഒന്ന് ആശ്വസിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തായാലും 2026 ഭരണം കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. കാരണം തലയ്ക്ക് വെളിപ്പുള്ള ഒരുത്തൻ പോലും, അന്തംഗമ്മികൾ പോലും വോട്ട് ചെയ്യുന്നു എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. എന്തായാലും ഒരു 3-4 ദിവസം മാസങ്ങൾ കൂടി സഹിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ.